ഹായ്, ഈ വർഷം CBSE ക്ലാസ് 10 പരീക്ഷ എഴുതിയവരും അതേപോലെ തന്നെ ഈ വർഷം ഇനി ക്ലാസ് 10ത്തിലാണ് 2027 CBSE ക്ലാസ് 10 പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഉറപ്പായിട്ടും നിർബന്ധമായും കാണേണ്ട ഒരു വീഡിയോ ആണിത്. എന്താ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് CBSE ഒരു സെക്കൻഡ് എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം. അത് നിങ്ങൾക്കൊക്കെ അറിയാം, ഫെബ്രുവരി 15 എന്ത് ചെയ്യും, CBSEയുടെ ക്ലാസ് 10th എക്സാം സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ആൻഡ് അത് ഏകദേശം ഒരു മാസത്തോളം ഉണ്ടാകും, ഒരുപാട് സബ്ജക്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ആൻഡ് അതിനുശേഷം റിസൾട്ട് വന്നതിന് ശേഷം കുട്ടികൾക്ക് 3 സബ്ജക്റ്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം CBSEയുടെ പരീക്ഷ നല്ല ടഫാണ്. അതേപോലെ തന്നെ ഒരു മാസമെങ്കിലും നേരത്തെയാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പല കുട്ടികൾക്കും ഭയങ്കര അനുഗ്രഹമാവുമെന്നാണ് എല്ലാവരും കരുതിയിട്ടുള്ളത്. പക്ഷേ ഇപ്പം അതെന്താണ്, അനുഗ്രഹമല്ലാതായി മാറാണ്. അതിലേക്ക് ഞാൻ വരട്ടോ. അതിനു മുമ്പ് മറ്റൊരു കാര്യം, അതായത് നിങ്ങൾ ആകെ പഠിക്കുന്നത് മെയിൻലി എക്സാം എഴുതുന്ന 5 സബ്ജക്റ്റ് ആണല്ലേ. ഈ 5 എണ്ണത്തിൽ 3 എണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു സബ്ജക്റ്റിൽ 70 മാർക്ക് കിട്ടി, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് 68 മാർക്കാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് 68ആയി കുറയില്ല, നിങ്ങൾക്ക് 70 തന്നെ കിട്ടും. സോ എങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറിയാണ്. അപ്പം ഇതാണ് സിസ്റ്റം. സോ എല്ലാവരും ഹാപ്പി ആയിരുന്നു, സ്കൂളിലെ ടീച്ചേഴ്സും പ്രിൻസിപ്പൾസൊക്കെ ഹാപ്പി ആയിരുന്നു. കാരണം ആ മൊത്തം പെർസെൻറ്റേജ് കുറയുന്നതൊക്കെ കൂട്ടാന്നൊക്കെ ഉള്ള രീതിയിലാണ്. ആൻഡ് ഈവൻ ചില ടീച്ചേഴ്സൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു സമയത്ത് ഒരു ജനുവരി ആകുമ്പോഴൊക്കെ പഠനത്തിലൊക്കെ കുറച്ച് ബാക്കോട്ടുള്ള കുട്ടികളോടൊക്കെ പറഞ്ഞാടാ, നീ ഇപ്പം നീ ഒരു 3 സബ്ജക്റ്റ് മെയിൻലി ഫോക്കസ് ചെയ്യും, ബാക്കി 2 സബ്ജക്റ്റ് പാസ്സാവാനുള്ള രീതിയിൽ പഠിക്കുക, നമുക്കത് എന്ത് ചെയ്യാം, അത് പിന്നെ ഇമ്പ്രൂവ് ചെയ്യാം. സ്ട്രാറ്റജി ഈസ് റിയലി ഗുഡ് അല്ലേ, ശരിയല്ലേ. ആൻഡ് ഈ വർഷവും ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കുട്ടികളോട് സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണോ, ഇന്നിപ്പോൾ എത്ര ഡേറ്റ്, ജൂൺ 24. ആൻഡ് കേരളത്തിലെ +1 ഏകജാലക അലോട്ട്മെൻറ്റിലെ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു, രണ്ടാമത്തെ സെക്കൻഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞു. ഇനി ഒരൊറ്റ അലോട്ട്മെൻറ്റും കൂടെ ബാക്കിയുള്ളത്. അന്ന് 3 സബ്ജക്റ്റിന് പഠിച്ച് ബാക്കി 2 സബ്ജക്റ്റിൽ വളരെ കുറച്ച് മാർക്ക് കിട്ടിയ കുട്ടികൾക്കൊന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, ഇനിയിപ്പോൾ CBSE തന്നെ പഠിക്കുകയാണെങ്കിലും ടോപ്പ് CBSE സ്കൂൾസൊക്കെ എന്താണ് ഓൾറെഡി അഡ്മിഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഏത് ഫസ്റ്റ് എക്സാം മാർക്കിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, സോ CBSEനോട് എനിക്ക് പറയാനുള്ളത്, ഈ വർഷത്തെ കുട്ടികളുടെ റിസൾട്ട് എത്രയും പെട്ടെന്ന്, അതായത് എൻ്റെയർ തിങ് ഈസ് ഡിലേഡ്. ഓക്കെ, അതായത് മെയ് 20 എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെയൊക്കെ സെക്കൻഡ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാസം ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ് ഇതുവരെ റിസൾട്ടിനെ കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ല. ഓക്കെ, അത് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുക. ആൻഡ് രണ്ടാമത്തെ കേസ്, നിങ്ങളിത് കുട്ടികളുടെ ഗുണത്തിനാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഫെബ്രുവരി 15 എക്സാം തുടങ്ങിക്കോ, എക്സാം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് ഫസ്റ്റ് എക്സാം റിസൾട്ട് വെക്കുക, ഒരാഴ്ച എന്ത് ചെയ്യുക, സെക്കൻഡ് എക്സാമിന് വേണ്ടി രജിസ്ട്രേഷൻ കൊടുക്കുക, വേഗം സെക്കൻഡ് എക്സാം തുടങ്ങുക. ആൻഡ് എന്ത് ചെയ്യുക, പെട്ടെന്ന് റിസൾട്ട് വരിക. കാരണം അൾട്ടിമേറ്റ്ലി 10ാം ക്ലാസ്സിലെ മാർക്കൊക്കെ എന്തിനാ, +1 നമ്മൾ വിചാരിച്ച സ്കൂൾ അഡ്മിഷൻ കിട്ടാൻ തന്നെയാണ്, ബാക്കിയൊക്കെ എന്താ സെക്കൻഡറി. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു നല്ല സിസ്റ്റം, നല്ല ഉദ്ദേശം തുടങ്ങിയ സാധനം എന്തായിട്ടുണ്ട്, ആർക്കും ഉപകാരം ഇല്ലാണ്ടായിട്ടുണ്ട്. ചില കുട്ടികൾക്കൊക്കെ ഒരൊറ്റ എക്സാം ആയിരുന്നെങ്കിൽ അവർ സ്കോർ ചെയ്യേണ്ട മാർക്കടക്കം എന്താണ്, താഴോട്ട് പോയിട്ടുണ്ട്. അവരൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് എടുക്കാം, രണ്ടാമത്തെ എക്സാം എഴുതാന്നുള്ള രീതിയിൽ. സോ അങ്ങനത്തെ ഒരു പാർട്ട്, അങ്ങനത്തെ ഒരു ചിന്ത എന്ത് ചെയ്യരുത്, ഈ വർഷത്തെ കുട്ടികൾ ഉണ്ടാവരുത്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനവും ഈ ചാനലിൽ നമ്മൾ തരുന്നതായിരിക്കും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ആരെന്ത് പറഞ്ഞാലും ആ മണ്ടത്തരത്തിൽ നിങ്ങൾ നിൽക്കരുത്. ഫസ്റ്റ് എക്സാമിൽ തന്നെ എല്ലാ 5 സബ്ജക്റ്റിലും ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി തന്നെ നിങ്ങൾ പഠിക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ബൈ.